ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ആളാണ് ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി. നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സൊഹ്റാൻ മംദാനിയുടെ പ്രസ്താവന. ന്യൂയോർക്ക് ടൈംസ് പോഡ്കാസ്റ്റുമായി സംസാരിക്കുമ്പോൾ ഇതേ ചോദ്യം ആവർത്തിക്കപ്പെടുകയുണ്ടായി. നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയാണ്, UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിൽ വരികയാണ്, നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നായിരുന്നു ചോദ്യം. ന്യൂയോർക്ക് ടൈംസ് പോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ മംദാനി വ്യക്തമാക്കുന്നത് നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണ്. അദ്ദേഹത്തെ ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉണ്ടാകേണ്ടത് ആ വിചാരണ നേരിടാൻ ഹേഗിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വിദേശ രാജ്യത്തലവനെ ന്യൂയോർക്ക് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന നിയമ പരിശോധന നടത്തി വരികയാണ്. ന്യൂയോർക്ക് പോലീസിന് നിയമപരമായി എത്രമാത്രം അധികാരമുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. പുതുതായി നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. വളരെ രാഷ്ട്രീയമായ പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ ഹേഗിലെ കോടതിയെ ICCയെ അമേരിക്ക അംഗീകരിക്കുന്നില്ല. മംദാനിയുടെ പ്രസ്താവനയോട് കടുത്ത രീതിയിലാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. മാധ്യമ ശ്രദ്ധ നേടാനും ഇസ്രായേലിനെതിരെ വിദ്വേഷം വളർത്താനുമാണ് മംദാനി ശ്രമിക്കുന്നത് എന്നാണ് UN-ലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡാനൻ കുറ്റപ്പെടുത്തിയത്. UN സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രയാസവുമില്ലാതെ പങ്കെടുക്കും എന്നാണ് ഇസ്രായേലിൻ്റെ UN അംബാസഡർ പ്രസ്താവിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെയും അതിൻ്റെ വ്യവഹാരങ്ങളെയും അമേരിക്ക അംഗീകരിക്കാത്തതുകൊണ്ട് ഒരിക്കലും അത്തരം ഒരു അറസ്റ്റിന് മുതിരാൻ മംദാനിക്ക് സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തികച്ചും രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ആവർത്തിക്കുകയാണ്. ഇസ്രായേൽ വിരുദ്ധ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യക്കെതിരെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഇസ്രായേലിനെതിരെ വലിയ വികാരമുണ്ട്. ലോകത്തെമ്പാടും ഇസ്രായേലിനെതിരെ ജനവികാരമുണ്ട്. ഇസ്രായേലിൻ്റെ നരഹത്യയെ ലോകമെല്ലാം അപലപിക്കുകയാണ്. നിയമപരമായി വിദൂര സാധ്യതയുള്ള ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാനാണ്. അമേരിക്കയിൽ ഉയർന്നു വരുന്ന ജനവികാരം, ഇസ്രായേൽ വിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് മംദാനിയുടെ നെതന്യാഹുവിനെതിരെയുള്ള പ്രസ്താവന എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.